വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. സോ നമ്മൾ എന്തുകൊണ്ട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് സ്റ്റഡി ചെയ്യണം, എന്തുകൊണ്ടാണ് സ്റ്റഡി ചെയ്യേണ്ടത്? നമ്മൾ കൂടുതൽ വൊക്കാബുലറി നമുക്ക് സ്വായത്തമായാൽ നമുക്ക് ഇത്തരം ആൻസേഴ്സൊക്കെ എന്താക്കും, ഉത്തരം കാണുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വീണ്ടും വീണ്ടും ചെയ്തു നോക്കേണ്ടതിൻ്റെ ആവശ്യകത. സോ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ഹൂ ലവ്സ് എവരിബഡി. അപ്പോൾ ഒരാൾ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരാൾ, അയാൾക്ക് എന്താണ് പറയുക? ഈഗോയിസ്റ്റ് ആണോ, ഫാറ്റലിസ്റ്റ് ആണോ, അൾട്യൂറിസ്റ്റ് ആണോ, എഗ്നോസ്റ്റിക് ആണോ? അപ്പോൾ എന്താണ്, ഓരോ ഓപ്ഷൻസ് നോക്കാം. ഈഗോയിസ്റ്റ് എന്ന് വെച്ചാൽ ആരാണ്? ദ വൺ ഹൂ, ഈഗോ ഉള്ള ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈഗോയിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഫാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ ഫെയ്ത്തിൽ വിശ്വസിക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുകയാണ്? ഫാറ്റലിസ്റ്റ് എന്ന് വിളിക്കുക. അതുപോലെ അൾട്ടൂറിസ്റ്റ് ആണോ, എഗ്നോസ്റ്റിക് ആണോ? ഇവിടെ ആൻസർ എഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാത്തിലും ഒരു ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് എന്ത് വിളിക്കുക? അഗ്നോസ്റ്റിക്. സോ നമ്മൾ കറക്റ്റ് ആൻസർ എന്താണ്? അൾട്ടൂറിസ്റ്റ് എന്ന് വെച്ചാൽ എ പേഴ്സൺ ഹൂ ലവ്സ് എവരിബഡി. അപ്പോൾ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അൾട്ടൂറിസ്റ്റ്. സോ ഇതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൺ ഹൂ ഈസ് നെയ്തർ ഇൻ്റലിജൻറ്റ് ഓർ ഡൾ. അതായത് പ്രത്യേകിച്ച് ഇൻ്റലിജൻറ്റും അല്ല ഡള്ളും അല്ല, മീഡിയം ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരെ, അങ്ങനെ ആൾക്കാരെ നമുക്ക് അതിൽ തന്നെ ഉണ്ട്. അതിന് ഉത്തരം ഓർഡിനറി എന്നാണ് വിളിക്കുക. ഓർഡിനറി എന്ന് വെച്ചാൽ സാധാരണയുള്ള ആൾ. ആവറേജ് എന്ന് വെച്ചാൽ ആവറേജ് ആയിട്ടുള്ള ആൾ. അതായത് എല്ലാത്തിലും അത്ര ഒരു കുഴപ്പമില്ലാത്ത ലെവലിലുള്ള ആളാണ് എന്ത്? ആവറേജ്. ഇമ്പസൈലാണോ, മീഡിയോക്കറാണോ? അപ്പോൾ എന്താണ്? വൺ ഹൂ ഈസ് നെയ്തർ ഇൻ്റലിജൻറ്റ് ഓർ ഡൾ, ഒരു മീഡിയം ലെവലിലുള്ള ആളല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? മീഡിയോക്കർ. സോ വൺ ഹൂ ഈസ് നെയ്തർ ഇൻ്റലിജൻറ്റ് ഓർ ഡൾ ഈസ് നോൺ ആസ് മീഡിയോക്കർ. സോ അതാണ് അതിൻ്റെ ആൻസർ. നെക്സ്റ്റ് വൺ, എ പേഴ്സൺ ഹൂ സ്പീക്സ് മെനി ലാംഗ്വേജസ്. അതായത് ഒരു വ്യക്തി കുറേ ലാംഗ്വേജസ് സ്പീക്ക് ചെയ്യുന്ന ആളെ, അങ്ങനെയുള്ള ആളാണ് നമ്മൾ എന്താണ് വിളിക്കുക? പോളിഗോട്ട്. ദ ആൻസർ ഇസ് പോളിഗോട്ട്. അതായത് എ പേഴ്സൺ ഹൂ സ്പീക്സ് മെനി ലാംഗ്വേജസ്, അതായത് കുറേ ലാംഗ്വേജുകൾ സംസാരിക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പോളിഗോട്ട്. നെക്സ്റ്റ് വൺ, എ ഗവൺമെൻറ് റൺ ബൈ എ കിങ് ഓർ എ ക്യൂൺ. അതായത് ഒരു രാജാവോ രാജ്ഞിയോ റൺ ചെയ്യുന്ന ഗവൺമെൻറ്, അതായത് രാജാധിപത്യമുള്ള ഗവൺമെൻറ് നമ്മൾ എന്താണ് വിളിക്കുക? ഡെമോക്രസിയാണോ, മൊണാർക്കിയാണോ, ബ്യൂറോക്രസിയാണോ, അനാർക്കിയാണോ? ഡെമോക്രസി എന്ന് വെച്ചാൽ നമുക്കറിഞ്ഞൂടെ എന്താണ്? ഡെമോക്രാറ്റിക് കൺട്രി എന്ന് വെച്ചാൽ ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി, അതായത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അപ്പോൾ എന്താണ് ഇവിടെ റൺ ചെയ്യുന്നത്? കിങ് ആണോ, ക്യൂൺ ആണോ? അല്ല. അപ്പോൾ അതല്ല ആൻസർ. നെക്സ്റ്റ്, ബ്യൂറോക്രസി എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഭരിക്കുന്ന രാജ്യം ആണോ? ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ഭരിക്കുന്ന രാജ്യമല്ലല്ലോ കിങ്ങും ക്യൂനും റൺ ചെയ്യുക. അപ്പോൾ അതല്ല. അനാർക്കി എന്ന് വെച്ചാൽ അരാജകത്വമുള്ള ഒരു ഗവൺമെൻറ്, അതാണോ? അല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? മൊണാർക്കി എന്ന് വെച്ചാൽ വൺ ഹൂ ഈസ് എ ഗവൺമെൻറ് റൺ ബൈ എ കിങ് ഓർ എ ക്യൂൺ, രാജാവോ രാജ്ഞിയോ റൺ ചെയ്യുന്ന ഗവൺമെൻറ് ആയിരിക്കും എന്ത്? മൊണാർക്കി ഉള്ള രാജ്യം. സോ നെക്സ്റ്റ് വൺ, എ പേഴ്സൺ ഹൂ കനോട്ട് റീഡ് ഓർ റൈറ്റ്. അതായത് ഒരു വ്യക്തിക്ക് വായിക്കാനോ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പറ്റാത്തത്, അതെന്താ? നമുക്ക് അറിയാലോ. കേരള ഈസ് എ ലിറ്ററേറ്റ് ഏരിയ. സോ കേരളം നമ്മൾ എന്തെന്നാണ് പറയല്? കേരളം മൊത്തം ഒരു ലിറ്ററേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റാണ്. കേരള ഈസ് എ ലിറ്ററേറ്റ് സ്റ്റേറ്റ്, അതായത് കേരളത്തിലുള്ള എല്ലാവർക്കും ലിറ്ററസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ വരിക? ഇല്ലിറ്ററേറ്റ് ആണോ, ഇന്നെലിജിബിൾ ആണോ, ഇല്ലെജിബിൾ ആണോ, ഇറാഷണൽ ആണോ? എ പേഴ്സൺ ഹൂ കനോട്ട് എന്ന് വെച്ചാൽ നെഗറ്റീവ് അല്ലേ? അപ്പോൾ ലിറ്ററേറ്റിൻ്റെ നെഗറ്റീവ് ആകുമ്പോൾ അവിടെ എന്ത് വരും? ഇല്ലിറ്ററേറ്റ്. സോ ആൻസർ ഈസ് ഇല്ലിറ്ററേറ്റ്. ഓക്കെ, എ പേഴ്സൺ ഹൂ കനോട്ട് റീഡ് ഓർ റൈറ്റ് ഈസ് നോൺ ആസ് ഇല്ലിറ്ററേറ്റ്, ഈസ് ആൻ ഇല്ലിറ്ററേറ്റ്. സോ ദ ലാസ്റ്റ് വൺ. സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദിസ്. സോ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമുക്ക് ഭാവിയിൽ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ don't forget to subscribe and like. Thank you.